ഇപ്പോൾ സമയം 7:30. അതായത് ഗൈസ് ഇന്ന് രാവിലെ മുതൽ ഇത്രയും നേരം ഞാനും വർഷം കിടന്നുറക്കുമായിരുന്നു. എന്തിനെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇന്നാണ് എൻ്റെയും അവളുടെയും ആദ്യത്തെ നൈറ്റ് ഔട്ട് വരാൻ പോകുന്നത്. പടി എറണാകുളത്തിൻ്റെ വീതികളിലൂടെ ഇന്ന് നമ്മൾ നട്ടപ്പാതിരയ്ക്ക് നട്ടമില്ലാതെ നെട്ടിത്തിരിഞ്ഞ് നടക്കുന്നതായിരിക്കും ഗൂസ്. കട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ നമ്മുടെ ചിനിവലയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ സ്വർഗത്തിലോട്ട് വന്നു കഴിഞ്ഞു. നമ്മുടെ ആദ്യത്തെ മീൽ ഓഫ് ടുഡേയ്സ് വ്ളോഗ് ഇവിടെ നിന്നായിരിക്കും. ഒരു സ്വർഗക്കോഴി, ഒരു കാന്താരി ഇട്ട ബീഫും പത്തിരിയും പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. എടി അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടായിരിക്കും നമ്മൾ കിടന്നുറങ്ങണം. ഓക്കെ ആണോ നീ? പിന്നെന്താ പ്രശ്നം ഗൈസ്? ഓക്കെ, അപ്പോൾ ഫുഡ് വരട്ടെ ഗൈസ്. ഫുഡ് വരുമ്പോഴത്തേക്ക് നമ്മൾ വന്ന സ്പോട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മുടെ അരൂരുണ്ടല്ലോ, അരൂര് അടുത്താണ് സ്വർഗം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് ഗൈസ്. ഇത് കായൽ തീരത്തുള്ള ഒരു സ്പോട്ടാണ്. ഇത് എന്ത് ഭംഗിയാണെന്ന് നോക്കണേ ഗൈസ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുഡ്, ഇവിടെ നല്ല അതിമനോഹരമായ കായൽ വ്യൂ. ഇവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാം. എന്നിട്ട് കഴിച്ച് കഴിഞ്ഞ് ബോറടിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് ഇരിക്കാം. ഇതേപോലെ കായലിലോട്ട് വായി നോക്കി നിൽക്കാം. ഭയങ്കര രസമുള്ള സ്പോട്ടാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 11 മണി വരെയൊക്കെ ഫുഡ് കാണുമായിരിക്കും. നല്ല സ്പോട്ടാണ് ഗൈസ്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്വർഗക്കോഴി, ഇത് കാന്താരിയിട്ട ബീഫും, ഇത് പത്തിരിയും. നല്ല പേപ്പർ പോലെ ഇരിക്കുന്ന പത്തിരി എടുത്ത് പ്ലേറ്റിലോട്ട് വെച്ചിട്ട് കുറച്ച് ബീഫ്, കുറച്ച് സ്വർഗക്കോഴി. അത് എന്തുകൊണ്ടാണ് ഇന്ന് സ്വർഗക്കോഴി എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞില്ല കേട്ടോ. കഴിച്ച് സ്വർഗത്തിലെത്തുമല്ലേ നമ്മൾ. പത്തിരി ഇങ്ങനെ എടുത്തിട്ട് ആദ്യം സ്വർഗക്കോഴി തന്നെ പറ്റി തുടങ്ങാം. എല്ലുണ്ടെന്ന് തോന്നും. ഒരെല്ലില്ല. ചിക്കനും എടുത്തിട്ട് അങ്ങനെയല്ല, സ്വർഗം. അയ്യോ, സ്വർഗം മാമ എന്ന് പറഞ്ഞാൽ മറ്റേ അങ്ങനെ ഡയലോഗായി. അത് വേണ്ട, മാമ വേണ്ട, സ്വർഗം. ബീഫ് അടിപൊളി. കഴിച്ചു നോക്കിയാണ്. ഫസ്റ്റ് മീൽ ഓഫ് നമ്മുടെ നൈറ്റ് ഔട്ട് ഞങ്ങൾ കഴിക്കട്ടെ. കിണ്ണ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും സ്വീറ്റ് കഴിക്കണം ഗൈസ്. ഇവിടെ തന്നെ ഓപ്പോസിറ്റായിട്ട് കുൽഫി കിട്ടുന്ന സ്ഥലമുണ്ട്. കുൽഫി വേണോ ഇടാനൊക്കെ? ഓക്കെ, അപ്പോൾ ഒരു കുൽഫി എടുക്കാം. ഏത് ഫ്ലേവർ കുൽഫി വേണം? ഒരു മാംഗോ ഫ്ലേവർഡ് കുൽഫി എടുക്കണം. ക്യാമറ കുറച്ച് കായലിൽ പോയ കോമഡി ആയിരിക്കും. എങ്ങനെയുണ്ട് കുൽഫി? മനസ്സിലായി. ഹലോ, നമസ്കാരം. ഹായ്. ആണോ? താങ്ക് യു. ആണോ? സന്തോഷം. കഴിച്ചോ? ഞാൻ പറഞ്ഞേക്കാം, എല്ലാവരുടെ പറഞ്ഞേക്കാം. താങ്ക് യു. സ്നേഹസമ്പന്നരായ ഒരു ഫാമിലി. ഇതിൽ നിന്നെ കണ്ടുകൊണ്ടിരി നേരിട്ടിലാണ്. അങ്ങനെയല്ല, നീ ഹാപ്പി ആയില്ലെന്ന് ചോദിച്ചതാണ്. നല്ല ഫ്രൈമല്ലേ ഗൈസ്. ഞങ്ങളുടെ അടുത്ത് സ്നേഹമുള്ള കുറച്ച് ആൾക്കാർ വന്ന് ഹായ് പറഞ്ഞിട്ട് പോയി. ഇനി ഈ രാത്രി ഫുള്ള് ഞങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് ഗൈസ് ഞങ്ങളുടെ മുന്നിലുള്ള വലിയ ചോദ്യചിഹ്നം. ഒരു സിനിമ കാണാം. ഏത് സിനിമ കാണും എന്നുള്ള ചോദ്യം ഞങ്ങളെ കുറച്ചധികം കുഴപ്പിച്ചു. കാരണം ഓൾമോസ്റ്റ് നമ്മൾ ഇറങ്ങിയ എല്ലാ പടവും കണ്ടു ഗൈസ്. പിന്നെ ഈ തലൈവൻ തലൈവി കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ കാണാത്തത് F1 ആയിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, F1 നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. പക്ഷെ 10:45 സിനിമ ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം 8 മണിയല്ലേ ആയിട്ടുള്ളൂ, 10:45 വരെ നമ്മൾ എന്ത് ചെയ്യുമെന്ന്. ഗൈസ്, എൻ്റെ ഷാസ് ബ്രോ, എൻ്റെ സ്വന്തം ശിഷ്യൻ കുറച്ച് വിഷമത്തിലാണ് ഗൈസ്. 2-3 ദിവസമായിട്ട്. എന്ന് പറഞ്ഞാൽ ഷാസും ബിന്നി ചേച്ചിയൊക്കെ തിരിച്ച് ദുബായിലേക്ക് പോയതിന് ശേഷം പാവം പുറത്തിറങ്ങിയിട്ടില്ല. വീട്ടിൽ കിടന്ന് ഫുഡ് അടിയും അവിടെ ഉറക്കവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് സനിബ്രോയെ ഒന്ന് ചിറപ്പ് ചെയ്തെടുക്കണ്ടേടാ നമുക്ക്. അപ്പോൾ ഞങ്ങൾ പോയി സനിബ്രോയെ ഒന്ന് ചിറപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ സിനിമയ്ക്ക് പോവാം ഗൈസ്. അപ്പോൾ ഇനി ഓഫ് ടു സനിബ്രോസ്. നേരെ സനിബ്രോയുടെ അമ്പരച്ചുംബിയിലേക്ക്. നിന്റെ സനുബ്രോയ്ക്ക് വിഷമമാണെന്നൊക്കെ ഞാൻ കേട്ടു. ആണാടാ തറ കിടന്നാവേ? ആണാടാ നീ എന്ത് ചിയറപ്പ് ചെയ്യാതെ സനുബ്രോയ? എന്താണ് മിസ്റ്റർ? പോവരുത്. എല്ലാരും പോയപ്പോ നിങ്ങൾ ഒതുങ്ങിയ ഉണ്ടാ
CCTV ഇല്ലായിരുന്നു. സനു വർഷം ഇങ്ങനെ പറയായിരുന്നു ഇപ്പൊ CCTV വരും. ഞാൻ പറഞ്ഞു ഇന്ന് വരാൻ സാധ്യതയില്ലെന്ന്. അതെ ഇന്ന് കണ്ട സനു ബ്രോ കൊച്ചു മിസ് ചെയ്തത്. നിന്നെ ഇഗ്നോർ ചെയ്തു. ഞാൻ നോക്കിയപ്പോ കുക്കി ടേസ്റ്റിംഗ് ഒക്കെ എല്ലാരും കൂടെ ഇരുന്നിട്ട് നല്ലായിരുന്നു. നമ്മള് ഞാനൊന്ന് ചിയറപ്പ് ചെയ്തിട്ട് പക്ഷേ ഇതിനാണ് ഞങ്ങൾ വന്നത്. ചിയർ ഒന്നുകൂടെ കൂടും. ചീറപ്പാവ് ഞങ്ങളുടെ ഏന്നാക്ക് ഞങ്ങളോട് മിഷൻ അക്കോംപ്ലിഷ്ഡ് ഗൈസ്. ഞങ്ങൾ സംസാരിച്ചിട്ട് വരാം. യെസ്, മിഷൻ അക്കോംപ്ലിഷ്ഡ് ഗൈസ്. എന്തുവാടി സനുബ്രോയെ മോട്ടിവേറ്റ് ചെയ്ത് ഞങ്ങൾ കുത്തിപ്പൊക്കി. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പോകുമ്പോൾ സനുബ്രോ സുമതി വളവിന് അതെ സനുബ്രോ സുമതിയെ വളയ്ക്കാൻ പോകുന്നു എന്നാണ് അവൾ പറയണത്. വളയ്ക്കും സനുബ്രോ വളച്ചിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ചിയറപ്പ് ചെയ്താണ് കേസ്. അപ്പോൾ എന്തായാലും സനുബ്രോ പൊളിക്കും. അപ്പോൾ നമുക്ക് ഇനി നേരെ ഫോറം മോളിലോട്ട് പോവാം. സനുബ്രോ വണ്ടി എടുക്കാൻ പോയി നമുക്കിനി ഫോറം മോളിൽ ചെന്നിട്ട് ഒന്നിക്കാം കേസ്. ഞാൻ എന്തിനാണ് ബ്ലറാവുന്നത്? ഫോക്കസ്. ഓക്കെ, ഓഫ് ടു ഫോറം മോൾ. 10:20 ആയപ്പോഴത്തേക്കും നമ്മൾ ഫോറം മോളിൽ എത്തി ഗൈസ്. അപ്പോൾ ഒരു അപ്ഡേറ്റ് വരാറുണ്ട്. ഇവിടുത്തെ ഫ്രീ പാർക്കിംഗ് തീർന്നിരിക്കുന്നു. ഇനി മുതൽ ഇവിടെ വാലേക്ക് കൊടുക്കണമെങ്കിൽ 250 രൂപയാണ്. ഞാൻ സാധാരണ ടോക്കിയോ ട്രിപ്പ് ഇനി കാശ് വാരി എറിയും. ഈ പാർക്കിംഗ് ഞാൻ വിലക്ക് വാങ്ങിക്കുന്നു. എനിക്ക് ഫുൾ ഫ്രീ ആയിരുന്നു. പക്ഷെ നന്നായി. അതാകുമ്പോഴത്തേക്കും ശരിക്കും ആവശ്യമുള്ളവർക്ക് വാലേ പാർക്കിംഗ് യൂസ് ചെയ്യാമല്ലോ. ഓക്കെ, ഇനി 10:20 10:30 സനുബ്രോയുടെ പടം, 10:40 നമ്മുടെ പടം. ഇതുവരെ കയറിക്കോടാം. ഞാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സനുബ്രോ ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ കടത്തുമെന്ന് പേടിയുള്ളതാണ് അതിൻ്റെ അകത്തൂടെ പറഞ്ഞത്. നമ്മൾ മുകളിൽ എത്തിയിരിക്കുന്നു ഗൈസ്. മൈക്ക് വേണോ? വേണ്ട. പിന്നെ താഴെയാണല്ലേ? അത് കേട്ടോ സനുബ്രോ? കേട്ടോ? അത് നമ്മൾ മുകളിലല്ല, നമ്മളിപ്പോ താഴെയാണത്. മുകളിൽ കയറണേ ഉള്ളടാ. ഐ എം സോ പ്രൗഡ് ഓഫ് യു. സിനിമ കാണാൻ പോട്ടെ. ഡീസന്റ്. ഇത്ര ക്രിഞ്ചൊന്നും അടിക്കില്ല. ഹലോ, ക്രിഞ്ചല്ല ആണോ? ചെറുതായിട്ട്. അതൊക്കെ അത്രയൊക്കെ ഉള്ളൂ. എന്നാണ് ഞാൻ ക്രിഞ്ച് അല്ലാതായിട്ടുള്ളത്? മെട്രോക്കകത്ത് കയറി പാട്ട് പാടിയപ്പോഴോ ഫ്ലൈറ്റ് ലുങ്കി കൊടുത്ത് പോയപ്പോഴോ എന്നാണ് പക്ഷേ ഞാൻ ക്രിഞ്ച് അല്ലാതെ നിന്നിട്ടുള്ളത്. അവള് പോയി സനുബ്രോ എന്നെ കളഞ്ഞിട്ട്. ഓക്കെ, സുമതി ഞാൻ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അവളെ കാണും. അതാണ് എന്റെ ഒരു ടെക്നോളജി. പഠിപ്പിച്ചുതരാം. ടെക്നോളജി പഠിപ്പിക്കണമെങ്കിൽ നീ എന്റെ അടുത്ത് വന്നാൽ മതി. എന്റെ മാത്രം ഇവള് വരൂല. പോയി കണ്ട. ഞങ്ങൾ സിനിമ കാണട്ടെ. സമയം 10:45. ഞങ്ങൾ തിയേറ്ററിലെത്തിയിരിക്കുന്നു. തിയേറ്ററിൽ ഒറ്റ കുഞ്ഞു പോലും ഇല്ല. അവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇത് ബിഗ് ബോസ് വ്ലോഗാണെന്ന് ഗൈസ്. അപ്പം നമ്മളിനി സിനിമയും കണ്ടിട്ട് വരാം. വലിയ തിയേറ്ററാണ് കേട്ടോ ഗൈസ്. ഈ ഫോറം മോളിലെ ഏറ്റവും വലിയ സ്ക്രീനാണ് PXL. ഓക്കെ, കണ്ടിട്ട് വരാം. മണി 1:45. മോള് മൊത്തം ഏകാന്ത കുങ്കിതമായി കിടക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ മൂവി കണ്ട് ഇറങ്ങിയിരിക്കുന്നു. അല്ല മൂവി ടങ് സ്ലിപ്പ് ഗൈസ്. കിട്ടില്ലം പടം. എങ്ങനെ ഉണ്ടായിരുന്നടാ? സൂപ്പർ സാധനം. അയ്യോ, ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ അറ്റത്തിരുന്ന് കാണായിരുന്നു. അടിപൊളി പടം. അപ്പോൾ 1:45. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾ ആലോചിക്കട്ടെ. സനുബ്രോ അങ്ങോട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സുമതിയുടെ വളവും കണ്ടിട്ടിരിക്കുക. ഓക്കെ, നമുക്ക് പുറത്തോട്ട് പോവാം. എങ്ങനെ ഉണ്ടായിരുന്നു സുമതിയുടെ വളവ്? സുമതി വളവ് ഇത് തന്നെ എനിക്ക് കട്ട് ചെയ്യണം. അല്ല, ഞാൻ പറഞ്ഞ പടം മറ്റേ നമ്മുടെ സ്ത്രീയൊക്കെ ഇല്ലേ, ഒരു മലയാളം പോലെ ഒരു സാധനം. ലൈക്ക് ഒരു എന്താ പറയാലോ, മറ്റേ ഈ ഐതിഹ്യം സ്റ്റോറി നമുക്ക് ഇങ്ങനെ മനസ്സിലായി. സ്റ്റോറി. എനിക്കൊരു സംശയം. ഞങ്ങളുടെ നൈറ്റ് ഔട്ട് ആണെന്ന്. ഞങ്ങൾ ഇനി എന്ത് ചെയ്യട്ടെ? ഏത് ബീച്ച്? ലൈറ്റ് ഹൗസ് ബീച്ച് ആണ് ചിലപ്പോൾ. ആണാ? ലൈറ്റ് ഹൗസ് ഉണ്ടോ ഇവിടെ? ആണാ? എന്നാ നമുക്കിനി ബീച്ചിലേക്ക് യാത്ര തിരിച്ചാലോ വർഷേ? അപ്പൊ ബീച്ചിലോട്ട് പോട്ടെ കേസ്. ഞങ്ങൾ
സനി ബ്രോ ടാറ്റ. ബൈ ഗൈസ്. ഞങ്ങൾ സനി ബ്രോയുടെ ആദേശപ്രകാരം ആദേശപ്രകാരം അങ്ങനെ ഒരു വാക്കുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഇല്ലെങ്കിൽ അതിനുള്ള വാക്ക് എന്താണെന്ന് പറഞ്ഞ ഗൈസ്, പുതുവൈപ്പിൻ ബീച്ച്. സനിബ്രോ പറഞ്ഞ് സനിബ്രോ എവിടെ വെച്ച് പോലീസ് ഒട്ടിച്ചു വിട്ടിട്ടുണ്ടെന്ന് ഇപ്പോഴും. ഇതൊക്കെ വെറും കെട്ട് കഥകളാണ്. അപ്പോ ഞങ്ങൾ അങ്ങോട്ട് പോവാം. പക്ഷേ എന്തൊരു എല്ലാ കഥകളും എന്തെന്ന് പറയാൻ വേണ്ടി പോകാൻ പറ്റില്ല അങ്ങോട്ട്. ഞാൻ പൊക്കോളാം. അപ്പൊ നമുക്ക് പുതുവൈപ്പിനിലേക്ക് പോവാം ഗൈസ്. നിങ്ങൾ എവിടെ വൈപ്പിൻ ബീച്ച് എന്ന് ചോദിക്കാൻ വരട്ടെ ഗൈസ്. ഒരു ബ്രില്യൻ്റ് ഐഡിയ. രാവിലെ നമ്മുടെ ഈ നൈറ്റ് ഔട്ട് അവസാനിപ്പിക്കാനായിട്ട് 5 മണിക്ക് ചോറ്റാനിക്കര അമ്പലത്തിൽ പോയിട്ട് അവിടെ എൻഡ് ചെയ്യാന്ന്. അപ്പോൾ അമ്പലത്തിൽ പോകാനാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ എൻ്റെ ഉണ്ട് മുണ്ടും ഷർട്ടും, അവളുടെ ഡ്രസ്സില്ലാത്തതുകൊണ്ട് നമ്മൾ ഷാരുവിൻ്റെ വീട്ടിൽ വന്നേക്കാണ്. അമ്മൂൻ്റെ ഡ്രസ്സ് കടം മേടിക്കാനായിട്ട് അവളുടെ ബെസ്റ്റിയെ കാണാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ മണി 2:15 ഹായ് കണ്ണം ബ്രോ, മിണ്ടായിരടാ. ഓ ഓടനാടി. ഹലോ കണ്ണം ബ്രോ, ഉറങ്ങിയായിരുന്നോ? ഇല്ലല്ലേ? ആഹാ, ഞങ്ങളുടെ നൈറ്റ് ഔട്ടാണ് കണ്ണം ബ്രോ ഇന്ന്. അങ്ങനെയൊന്നുമില്ലൊരു സിനിമ കാണാൻ പോയി. ഇനി നമ്മള് വൈപ്പിൻ ബീച്ചിലെന്ന്, പുതുവൈപ്പിൻ ബീച്ചിൽ അവിടെ. ഓ സനിബ്രോ പറഞ്ഞ അവിടെ പോകാൻ നല്ല വൈബ് സ്ഥലമാണ്. എനിക്കറിഞ്ഞൂടാ, പോയി നോക്കാം. അപ്പോൾ രാവിലെ നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൽ പോകാൻ പ്ലാൻ ഉള്ളത്. അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാൻ വന്നത്. അവളുടെ ട്രഡീഷണൽ ടച്ച് കിട്ടിയില്ല, ഇവിടെ ഓൾട്ടർ ചെയ്യാൻ കൊടുത്തിട്ട്. യെസ് ഗൈസ്. എന്നിട്ട് നമ്മൾ ഒരു 7 മണിയാകുമ്പോഴേ കിടന്നുറങ്ങുള്ളൂ. ഫുൾ നൈറ്റ് ഔട്ടെന്ന് വമ്പം പൊളി. കിട്ടിയാടി ഡ്രസ്സ്? ആണോ? നീ പറഞ്ഞ മക്കളെ രാവിലെ ചോറ്റാനിക്കര പോവാൻ? ആണോ? എന്നാ കുഴപ്പമില്ല, ഡ്രസ്സ് എടുത്തോട്. ഞങ്ങൾ മേളിൽ പോയി ഡ്രസ്സ് എടുക്കട്ടെ കേസ്. ഓക്കെ. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകാനുള്ള തുണി അക്വയർഡ്. കറക്റ്റ് സൈസ് നിന്നെ വെച്ച് തച്ചതാടിയത്. അതുകൊണ്ടോ? ആഹാ. നൈറ്റ് ഷോപ്പിംഗ് കഴിഞ്ഞു. താങ്ക് യു. ബൈ ബൈ. ഗുഡ് നൈറ്റ് ഏട്ടാ. ഓ മതിയടാ കുൽഫി കുറച്ചത്. ഓക്കെ. അങ്ങനെ പാതിരാത്രി 2:30 മണിയായപ്പോൾ ഞങ്ങളുടെ നൈറ്റ് ഷോപ്പിംഗ് ഫിനിഷ് ആയിരിക്കണം. പക്ഷേ വെറുതെയാണ് നീ ടെൻഷൻ അടിച്ചേട്ടാടാ. സൈസ് ആവൂലെന്ന്. കറക്റ്റ് സൈസ്. ആ ബെസ്റ്റിക്കൽ. ഓക്കെ, ഇനി നമുക്ക് പുതുവൈപ്പിൻ ബീച്ചിലേക്ക് പോകാം. 3 മണിയെങ്കിലും കഴിയും ഗൈസ് നമ്മൾ അവിടെ എത്തുമ്പോൾ. ഓക്കെ, ഇനി ശരിക്കും ഓഫ് ടു പുതുവൈപ്പിൻ ബീച്ച്. ഓ 3 മണി ആവണേന് മുന്നേ ഭീകര മഴ ഗൈസ്. എൻ്റെ മോനെ ഗൈസ്, ഇത്രയും മഴയത്ത് പാതിരാത്രി രണ്ടുപേരുടെ ഒറ്റയ്ക്ക് കാർ ഓടിച്ചു പോകുമ്പോൾ ഒരു വൈബ് ഉണ്ടല്ലോ. അടിപൊളി രസമില്ലേടാ? അവളൊരു ടാറ്റായി വന്നൊക്കെ. ഓ അതായിരുന്നല്ലേ? ഭയങ്കര രസം ഗൈസ്. അങ്ങോട്ട് നോക്കിയടാ, പറഞ്ഞു കഴിഞ്ഞാ ആഹാ നല്ല മഴ. പുതുവൈപ്പിനിൽ എത്തിയിട്ടെ കാറ് ഇരുന്ന് നീ ബീച്ച് കണ്ടാ മതി. നമുക്ക് ഇറങ്ങാൻ പറ്റുമോ എനിക്ക് ബുദ്ധിമതി. ബ്രില്യൻ ഗേള് തന്നെ ഗൈസ് എന്റേത്. ഓക്കെ, അപ്പൊ ഞങ്ങള് വൈപ്പിനിലോട്ട് എത്തട്ടെ. നമ്മൾ 3:20 അറൈവ് ആവും എന്നാണ് ഈ മാപ്പ് ഞങ്ങൾക്ക് കാണിച്ചേക്കുന്നത്. കണ്ടോ 3:20. ബൈ ദ ബൈ, ഇതെന്താ എന്റെ കയ്യിൽ 2 വാച്ച്? ഓ അതിനു വേണ്ടി നീ കെട്ടി തന്നതാണല്ലേ? അമ്മുന്റെ വീട്ടിൽ മറന്നു വെച്ചത് അപ്പൊ അത് എന്റെ കയ്യിലായി കേസ്. ഒരെണ്ണം ഊരി മാറ്റുവണ്ണേ. അതൊക്കെ ഫാഷൻ അല്ലേ? ഫാഷൻ സെൻസ് ഇല്ലാത്ത. ഓ എന്നാ കിടന്നോട്ടെ, ഫാഷൻ ആണെങ്കിൽ ഞാൻ ഇട്ടോളാം. ഓക്കെ, ഓഫ് ടു നമ്മുടെ ബീച്ച്. ഹായ്, എന്ത് ഭംഗിയായി സാർ ലൈറ്റ് ഹൗസ് കാണാൻ. ഇപ്പൊ പിടിച്ചോണ്ട് പോകുമ്പോഴത്തേക്കും ഗൈസ് വേല. ആ ഇവിടെ ഒരു മുരുകന്റെ അമ്പലമുണ്ട്. അയ്യവാ, ബ്യൂട്ടിഫുൾ പ്ലേസ് ഗൈസ്. ആ നമ്മൾ ബീച്ചിലെത്തിയപ്പോൾ അവിടെ ഇവിടെ തെന്നിയും തെറിച്ച് 3-4 പേരൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മളങ്ങനെ നടന്ന് എത്തിയിരിക്കുകയാണ് വൈപ്പിൻ ബീച്ചിൽ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. ആ
ഓക്കെ, കണ്ട പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ തെന്നിയും തെറിച്ചുമൊക്കെ കുറച്ച് പേരൊക്കെ നിൽക്കുന്നുണ്ട്. ശരിയാണ്, വീട്ടിൽ നിന്ന് ചാടി പറഞ്ഞ പിള്ളേർ ആരെങ്കിലും ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മളെന്തിനാ ബുദ്ധിമുട്ടുണ്ടാക്കണം. നമുക്ക് ബീച്ച് എൻജോയ് ചെയ്യട്ടെ ഗൈസ്. ഞങ്ങൾ സമയം 3:23 ആയപ്പോൾ ഞങ്ങൾ പുതുവൈപ്പിൻ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ആഹാ, എന്നെ കണ്ടൂടെ, ബ്ലറാണ് ഞങ്ങൾ ഉണ്ട്. അത് രാത്രി ഇരുട്ടത്തടി, ഇവിടെ ഒന്നും ലൈറ്റ് ഇല്ല. ഓക്കെ, അയ്യോ ഓക്കെ, ഞങ്ങളിനി കുറച്ച് നേരം ഇരുന്ന് ബീച്ച് വൈബ് എൻജോയ് ചെയ്യട്ടെ ഗൈസ്. സനുബ്രോ പറഞ്ഞിരുന്നു ഇവിടെ ഇരിക്കാൻ ബെഞ്ചൊക്കെ ഉണ്ടെന്ന്. ഇതാണോ മനുഷ്യ നിങ്ങളുടെ ബെഞ്ച്? അത് ഇരിക്കാൻ പറ്റുമോ? ഇരുന്ന് നോക്കിയ വർഷം ഒത്തു കയറുമോ? ആ ഓക്കെ, ശരി. എന്ന വർഷം 1 2 2 അയ്യോ 3 4 അവിടെ 4 പിന്നെ 5 6 7 8 9 10 11 അങ്ങനെ അല്ലേ എണ്ണേണ്ടത്? 11. പാതിരാത്രി കാല് നനയ്ക്കണമെന്നുള്ള. അയ്യോ തണുപ്പാടാ. കുഴപ്പമില്ലേ? അയ്യോ വന്നു. അയ്യോ തണുത്ത് പ്ലച്ചനെ ഇരിക്കണം. അതെന്താ കടൽ വെള്ളത്തിന് മാങ്ങയുടെ മണം. മതി വേണ്ട, ഇങ്ങോട്ട് ബാ. അയ്യോ എന്റെ കൊച്ചിനെ ഇപ്പൊ കടൽ കൊണ്ടുപോവേ. നീ ഇങ്ങോട്ട് വന്നാനടി. മതി. അയ്യ, പിന്നെ കടൽ കൊണ്ടുപോട്ടെ അതിന് നിന്നെ മാത്രമായിട്ട് കൊണ്ടുപോകണോ? അങ്ങനെ നിന്നെ ഇപ്പൊ കൊണ്ടുപോട്ടെ. ബാ, തിരിച്ചു കൊണ്ടുപോട്ടെ ഗൈസ്. അയ്യ ദൈവം സഹായിച്ച് നമ്മൾ നേരത്തെ തന്നെ ഇതിന് പ്രിപ്പയർഡ് ആണ് ഗൈസ്. വെള്ളം നനയാൻ പറ്റിയ ബർക്കിൻ സ്റ്റോക്കാണ് ഞാൻ ഇട്ടോണ്ട് വെക്കണത്. അയ്യോ ഞാൻ ഔട്ട് ഓഫ് ഫോക്കസ് ആയി. എൻ്റെ ജീൻസ് നനഞ്ഞ് കടല് കണ്ടപ്പോൾ എൻ്റെ കൊച്ചൊരു സൈക്കോ ആയി ഗൈസ്. അയ്യ വലുത് നിനക്ക് ഒന്നും പറയണില്ല. കുറച്ചു നേരം നിന്ന് ഞങ്ങളെ കടല് വിഴുങ്ങട്ടെ ഗൈസ്, എന്നിട്ട് വരാം. കാലില് വന്ന മണ്ണ് പോണോന്നാ? നമ്മളിത് 250ാമത്തെ തിരയാണ് സുഹൃത്തുക്കളെ നനഞ്ഞുകൊണ്ടിരിക്കുന്നത്. മതി കടലേ. ഒരു വലുത്. ഓയ്യോ ഇത് വലുതായിരുന്നു. നിനക്ക് പോണ്ടേടി കടലിൽ നിന്ന്. ഒരു വലിയ തിര തരുമോ കടലേ? ആണോ? ഇത് വലുത്. അയ്യോ വലുത്. മുതുക്ക് തരാം. മുതുക്ക് തരായിരുന്നടാ. നീയാണോ? ഇപ്പൊ നോക്കിക്കോ കേട്ടാ എന്റെ പാന്റ്. ഇത് നീ ഇങ്ങോട്ട് വന്നാണ്. അത് വലുതായിരുന്നു. കാല് വരും. മാമീന്റെ അടുത്തുള്ള റിവെഞ്ച് ആണോ ഇത്? വെള്ളം കൊണ്ട് ഞാൻ ചുവന്നോണ്ട് തിരിച്ചു. അതെന്താ മാങ്ങയുടെ മണം ഈ കടലിന്? എന്താ കഴിച്ച് ഈ കടലിന് മാങ്ങയുടെ മണം? ഞങ്ങൾ ഇന്നത്തേക്ക് ആവശ്യത്തിന് നനഞ്ഞു കഴിഞ്ഞു. ഇങ്ങോട്ട് വാ പെണ്ണേ. വാ. എന്തിന്? ഞാൻ തിരിച്ച് വണ്ടിയിലോട്ട് പോട്ടെ ഗൈസ്. ഇനി നീ വണ്ടി ഓട്ടിക്കും. അതെ ഗൈസ്, ഇനി വർഷമാണ് വണ്ടി ഓട്ടിക്കാൻ പോണത്. അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. കൊള്ളാം ഗൈസ്, നല്ലൊരു ബീച്ച്. താങ്ക് യു ഫോർ ദ സജഷൻ സനുബ്രോ. എൻ്റെ കാല് മുട്ട് വരെ നനച്ച്. ഒരു കാര്യം കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു ഗൈസ്. കൊച്ചിയിലെ പാലങ്ങൾക്കിടയിലുള്ള ജോയിൻറ്റ്, അതിനെന്താ പ്രശ്നം? ഞാൻ എന്തിനാ ഔട്ട് ഓഫ് ഫോക്കസ് ആയിക്കൊണ്ടിരിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഇതിങ്ങനെ കടക്കും ഇടിച്ച്. ഇതാണ് സനുബ്രോ പറഞ്ഞ ബെഞ്ച് കേട്ടാ. ഐ ലവ് പുതുവൈപ്പിൻ ബീച്ച്. ഓക്കെ, എന്തുകൊണ്ടാണ് എറണാകുളത്തെ പാലങ്ങൾ റോഡുമായിട്ട് ജോയിൻ ആവുന്നിടത്തുമെല്ലാം ഇങ്ങനെ ഇരിക്കണത്? അതായത് വണ്ടി കിടക്കെന്ന് ഇടിച്ച് പോകുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നമ്മുടെ റൈഡിങ് എക്സ്പീരിയൻസിനെ ചെറുതായിട്ട് ബാധിക്കുന്നുണ്ട്. ചെറുതായിട്ടതൊക്കെ അത് കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക്
പോയി കുളിച്ച് ഫ്രഷ് ആവാം. മണി ഇപ്പോൾ 3:42 കാലും ജീൻസും മൊത്തം കൊവുത്ത് വെച്ചോണ്ട് വണ്ടിക്കകത്ത് കയറി ഇരിക്കുകയാണ്. എടുത്തോ. അയ്യോ ക്യൂട്ട് ഡ്രസ്സൊക്കെ ബെതറാണ് വാരി. മാമി ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഗൂഢ പ്ലാൻ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ വരണ വഴിക്കൊക്കെ ഇവിടെ ഒരുപാട് പശുക്കളൊക്കെ ഉണ്ട്. ആഹാ, ഇവിടെ നേരത്തെ പശുവിനോട് ചോദിച്ചു എന്തിനാ ഇവിടെ നിക്കണേന്ന്. ടാറ്റ പശു. ആരടാ നീ എന്നൊക്കെ. ഓക്കെ, തിരിച്ച് ചീനിവലയിലോട്ട് മാപ്പ് ഇട്ട് ഗൈസ്. നമുക്ക് 42 മിനിറ്റ് എടുക്കും ഇവിടെ നിന്ന് അവിടെ വരെ എത്താൻ. 4:30 ആകുമ്പോൾ നമ്മൾ അവിടെ എത്തും. വിജനമായ റോഡ്, 2 സൈഡിലും ലോറിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഈ ചില സൈക്കോ പടങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ലൊക്കേഷൻ. ആദ്യം നിനക്ക് വയ്യേടി. കണ്ട സൈക്കോളജിക്കൽ ത്രില്ലറൊക്കെ കണ്ടു കണ്ട് എന്റെ കൊച്ചൊരു സൈക്കോ ആയി മാറുകയാണ് സുഹൃത്തുക്കളെ. സൂക്ഷിച്ചോന്നൊക്കെ എന്റെ ഇപ്പൊ ഞാൻ വണ്ടിയും കൊടുത്തു. എന്തിന്? വേണ്ട, നമുക്ക് സേഫ് ആയിട്ട് എത്താം. നോക്കാം വണ്ടിയൊക്കെ ഓടിക്കണ. എനിക്ക് വയ്യ. 4 മണി ആയപ്പോ നമ്മള് മറൈൻ ഡ്രൈവ് എത്തിയ. ഇവിടെ നിന്ന് ഒരു കുലുക്കിയും കുടിച്ചിട്ട് പോവാന്ന്. എടി ഇത് നോക്കിയേടി, സനിബ്രോയുടെ മെസ്സേജ് കിടക്കണം. ബീച്ച് എത്തിയാന്ന് 41 മിനിറ്റ് ഒക്കെ അപ്പോഴാണ് ഞാൻ കണ്ട മറൈൻ ഡ്രൈവിന്റെ തെരുവിലൂടെ ഒരു ഓറഞ്ച് കുലുക്കി. അതെല്ലേ. ഹലോ, ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അയ്യോ ഒരുപാട് സന്തോഷം. ഒരു സെൽഫി എടുക്കാമല്ലോ. ഉപ്പിലിട്ടാണോ? നെല്ലിക്ക, പൈനാപ്പിൾ. ഓക്കെ, ഞാൻ ഇതിൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് ഇതൊന്നും താഴെ പോയില്ല ഗൈസ്. വീണ്ടും ഇത് പോവൂലടാ, നീ പിടിച്ചു ഇപ്പോഴേ പിടിച്ചു. കൊള്ളാല്ലേ? ആഹാ, കിടില സാധനം കേട്ടോ. ഒമ്പോ ഒന്നു അവൻ അതിൻ്റെ അടുത്ത് എന്തോ മുൻജന്മ വൈരാഗ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഇത്രയും വയലന്റ് ആയിട്ടുള്ള ഒരു കുലുക്കി നീ കണ്ടിട്ടുണ്ടാടാ? കൊള്ളാം. പക്ഷെ അതാണ് വാട്ടർ മെട്രോയുടെ സ്റ്റേഷൻ. അത് വാട്ടർ മെട്രോയുടെ സ്റ്റേഷൻ. ഇത് മറൈൻ ഡ്രൈവ്. ഇവിടെയൊക്കെ സാധാരണ രാത്രി ആൾക്കാരെ കാണാനാണ്. പക്ഷെ എനിക്കൊന്നും നേരം വെളുത്തോണ്ട് ആൾക്കാരില്ലെന്ന് തോന്നാം കേട്ടോടാ. പക്ഷെ ഇത് അങ്ങ് അറ്റം വരെ നടക്കാം കേട്ടാ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ നടക്കാം. കൊച്ചിയിലെ രാത്രി ആൾക്കാർ കറങ്ങാൻ വരണ സ്ഥലങ്ങളിലൊന്നും എന്താണ്. പക്ഷെ ഇപ്പോൾ ആരെയും കാണാനില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. വള്ളോ അല്ല ബോട്ടോ. നൈസ് ഒരു സ്ഥലമാണ്. നമ്മുടെ 60 സെക്കൻഡ് 60 പ്ലേസസിൽ മറ്റേ ഒരു ഡാൻസ് ഞാൻ ഇവിടത്തെ ഒരു പാലത്തിൽ നിന്നാണ് കളിച്ചത്, സ്റ്റെപ്പ് ഇട്ടത്. ആൻഡ് മറൈൻ ഡ്രൈവിൽ നിന്ന് ഇറങ്ങാറായപ്പോൾ മഴയും പൊടിഞ്ഞു തുടങ്ങിയത്. നമുക്ക് ഇനി നേരെ ചീനിവലയിൽ പോയി ഫ്രഷായിട്ട് ഇറങ്ങാം. എന്നിട്ട് ചോറ്റാനിക്കര ആയിരിക്കും നമ്മുടെ നൈറ്റ് ഔട്ടിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ചീനിവല എത്താറായപ്പോൾ വീണ്ടും മഴ ദൈവങ്ങൾ ഞങ്ങളെ കനിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇടില മഴ വീണ്ടും തുടങ്ങി. 4:52 ആയപ്പോൾ നമ്മൾ ചീനിവല എത്തി. ഒരു രക്ഷയില്ലാത്ത മഴ. പക്ഷെ തുറന്ന് ഓടിക്കോ, അടയ്ക്കാൻ മറക്കല്ലേ. ആഹാ, അപ്പോ മഴ കേട്ടാ. ഞങ്ങള് കുളിച്ച് ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൽ പുറത്തിറങ്ങി വരാം. 5:51 ആയപ്പോഴത്തേക്കും ഞങ്ങൾ റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എടാ നിന്നെ ട്രഡീഷണലി കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? ഒന്ന് കറങ്ങി കാണിച്ചു കൊടുത്താണ്. ഞാൻ ഗൈസ് പിന്നെ പണ്ടേ ട്രഡീഷണലിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചേരുന്നതെന്ന് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ റെഡിയായി. ഇനി നേരെ ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് ഞങ്ങൾ ചലിക്കട്ടെ. ബെന്നി ചേട്ടാ രാവിലെ എഴുന്നേറ്റല്ലേ? അത് ഞങ്ങൾ ഡ്രസ്സ് മാറാൻ വേണ്ടി വന്നതാണ് കുളിച്ച്. അമ്പലത്തിൽ പോയിട്ട് വരാം. ഗുഡ് മോർണിംഗ്, ടാറ്റ. സെറ്റ്. 6:48 ആയപ്പോഴത്തേക്കും നമ്മൾ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെത്തി ഗൈസ്. ഒന്ന് തിരിഞ്ഞേടാ.
തിരി. ഇതാരാ മുല്ലപ്പൂ ഒക്കെ വെച്ചേക്കണം? അവളൊരു മുല്ലപ്പൂ സ്നേഹി അല്ല സുഹൃത്തുക്കളെ, പക്ഷെ എൻ്റെ അടുത്തുള്ള സ്നേഹമൊക്കെ ഉണ്ടല്ലേ. അവള് മുല്ലപ്പൂ ഒക്കെ വെച്ച് മാമി ഇതൊക്കെ കാണണ്ട. ഓക്കെ, ഞങ്ങള് പകത്ത് പോയി തൊഴുതിട്ടൊക്കെ വരാവേ. പോയിട്ട് വരാം. പോയിട്ട് വരാന്ന് പറയാം. സമയം 7:50 ആയപ്പോൾ നമ്മൾ അമ്പല ദർശനം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല രീതി തൊഴുത് കേട്ടോ. നമ്മൾ രാവിലെ ആ സമയത്ത് വന്നതുകൊണ്ട് നല്ല ദർശനം കിട്ടി. നല്ല അമ്പലം അല്ലായിരുന്നാടാ. നമുക്കിനി പോവാം. വിശക്കണില്ലേ? ഞങ്ങൾക്ക് വിശക്കണ് ഗൈസ്. കാരണം നമ്മൾ എപ്പോൾ കഴിച്ചതാണ് എന്ന് പറഞ്ഞാൽ 7 മണി സംതിങ് ആയപ്പോൾ നമ്മൾ കഴിച്ചിട്ട് തുടങ്ങിയതാണ്. ഇനി ഇവിടെ അടുത്തൊരു ശരവണഭവൻ കണ്ട് വരണ വഴിക്ക് അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ നൈറ്റ് ഔട്ട് ഫിനിഷ് ആവും. അങ്ങോട്ട് പോട്ടെ. ഗൂഗിൾ മാപ്പ് നമ്മൾ അതിവിദഗ്ധമായി ചതിച്ച് 5 മിനിറ്റ് കൊണ്ട് എത്തേണ്ട എതിരായിരുന്നു അതിൻ്റെ പേര് ശരവണഭവൻ വിട്ടിട്ട് ഇപ്പോൾ 8:30 ആയപ്പോൾ ഞങ്ങൾ സ്വാമീസ് പ്യുർ വെജ് റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. വയറ് വിശന്നിട്ട് ഒരു കുടൽ വൻകുടൽ ചെറുകുടലിനെ തള്ളക്കി വിളിച്ചു തുടങ്ങി. നമ്മൾ കാത്തോട്ടോ. നിനക്ക് വിശക്കണില്ലേടാ? കണ്ടിട്ട് അവൾ എന്നെ പിടിച്ച് തിന്നുമെന്ന് തോന്നുന്നു. പെട്ടെന്ന് പോയി എന്തെങ്കിലും കേട്ടട്ടെ. നല്ല രസമുണ്ട് കേട്ടോ. ഇത് കാണാൻ കണ്ണാടി കൂട്ടിനകത്ത് ഉപ്പുമാവ് ഇരിക്കുന്നു, കേസരി ഇരിക്കുന്നു, ഉഴുന്നുവട ഇരിക്കുന്നു, പുട്ടിരിക്കുന്നു, പഴംപൊരി ഇരിക്കുന്നു. എത്തി കൈസ് നമ്മുടെ കഥാനായകൻ മസാല ദോശ. ഇതെന്താടി ഇത്? തൊപ്പിയോ? വിശക്കണ കൈസ്. എനിക്ക് കാണിച്ചു തരാനുള്ള ക്ഷമയില്ല. നല്ല ക്രിസ്പി വട കേട്ടോ. വടയും ചമ്മന്തിയും, ഇതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ക്രിസ്പി വട കേട്ടോ. സെറ്റ് കഴിച്ചിട്ട് വരാം. സമയം 9:35. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഒരു അല്പം കൂടിയെന്ന് തോന്നണം അല്ലേടാ നൈറ്റ് ഔട്ട്? ചെറുതായിട്ട്. ഓക്കെ, അങ്ങനെ എനിക്ക് തോന്നുന്നു 7 മണിക്ക് തുടങ്ങി നമ്മൾ രാവിലെ 9:35 ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചെത്തി. ഇനി പോവുക, ഒന്ന് ഫ്രഷ് ആവുക, കിടന്നുറങ്ങുക, എഴുന്നേക്കണ സമയത്ത് എഴുന്നേറ്റാൽ മതി നമുക്ക്. അപ്പോൾ ബൈ ബൈ ഗൈസ്. അടുത്ത വീഡിയോ കാണാം. ഞങ്ങളുടെ ഈ കുഞ്ഞ് നൈറ്റ് ഔട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ ഗൈസ്. അയ്യോ ബൈ ബൈ വിടും.